ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലാണ്. ആണെങ്കിൽ ആരാണ് പ്രഖ്യാപിക്കുക? കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാൻ നടത്തിയ പ്രകോപനവും ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയും ഇരു ആണവ ശക്തികളും യുദ്ധത്തിലാണോ എന്ന ചോദ്യം ഉയർത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു യുദ്ധം എങ്ങനെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്? സൈനിക നീക്കത്തിലൂടെ ജമ്മു, പത്താൻകോട്ട്, ഉധംപൂർ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യൻ സായുധസേന ഫലപ്രദമായി തടഞ്ഞു. ഇതിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ലാഹോറിലും സിയാൽകോട്ടിലും ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ പല നഗരങ്ങളിലും പട്ടണങ്ങളിലും വിവിധ ദൈർഘ്യത്തിലുള്ള വൈദ്യുതി ബ്ലാക്ക് ഔട്ട് അനുഭവപ്പെട്ടു. സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പൗരന്മാർക്ക് അധികൃതർ നിർദ്ദേശങ്ങൾ നൽകി. ഇതിനു പുറമെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു. ഇതിന് ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടി നൽകി. പേൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് അതിർത്തി കടന്നുള്ള ഈ നടപടികൾ ഉണ്ടായത്. ഈ ഒരു ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെയും പാക് അധീനതയിലുള്ള കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേന തകർത്തിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനവും ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയും ഇരു ആണവ ശക്തികളും യുദ്ധത്തിലാണോ എന്ന ചോദ്യം സദാ ഉയർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു യുദ്ധം എങ്ങനെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഇന്ത്യ യുദ്ധപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണഘടനാപരമായ വ്യവസ്ഥകൾ, പാർലമെന്റിന്റെ മേൽനോട്ടം, എക്സിക്യൂട്ടീവിന്റെ അധികാരം എന്നിവ സമന്വയിപ്പിച്ചുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ചില രാജ്യങ്ങളിൽ ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം നിലവിലുണ്ട്. ഇന്ത്യയിൽ യുദ്ധപ്രഖ്യാപനത്തിനുള്ള അധികാരം രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിയുടെ ഉപദേശം അനുസരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. മറ്റു ചില രാജ്യങ്ങളിലെ പോലെ യുദ്ധം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു പ്രത്യേക നടപടിക്രമം ഇന്ത്യൻ ഭരണഘടനയിൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനമാണ് യുദ്ധസമാനമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഭരണഘടനാപരമായ സംവിധാനം. ഇനി ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നൊന്ന് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതി, സായുധ സേനയുടെ പരമോന്നത കമാൻഡർ എന്ന നിലയിൽ ആർട്ടിക്കിൾ 53(2) യുദ്ധം പ്രഖ്യാപിക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള ഭരണഘടനാപരമായ അധികാരം രാഷ്ട്രപതിക്കാണ്. എന്നിരുന്നാലും ഈ ഒരു അധികാരം സർക്കാർ ഉപദേശപ്രകാരമാണ് വിനിയോഗിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 53 അനുസരിച്ച് യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ആർട്ടിക്കിൾ 74 പ്രകാരം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. അതിനാൽ രാഷ്ട്രപതിയുടെ ഏതൊരു ഔദ്യോഗിക യുദ്ധം അല്ലെങ്കിൽ സമാധാന പ്രഖ്യാപനവും മന്ത്രിസഭയുടെ ഉപദേശം മാത്രമായിരിക്കും. അടുത്തത് കേന്ദ്രമന്ത്രിസഭ. പ്രായോഗികമായി യുദ്ധം ചെയ്യാനോ സമാധാനം പ്രഖ്യാപിക്കാനോ ഉള്ള തീരുമാനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭയാണ് എടുക്കുന്നത്. ഈ പ്രക്രിയയിൽ പ്രതിരോധ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ദേശീയ സുരക്ഷാ സമിതി എന്നിവ നിർണായക ഉപദേശങ്ങൾ നൽകുന്നു. ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുൻപ് തന്നെ മന്ത്രിസഭ, സൈനിക മേധാവികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, നയതന്ത്ര ചാനലുകൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ തേടാം. പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയുടെ തലവൻ. യുദ്ധം പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യേണ്ടത് ഇവരാണ്. 1978 44-ാം ഭേദഗതി നിയമം അനുസരിച്ച് മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ, അതായത് യുദ്ധ സാഹചര്യത്തിൽ ഇത് ബാധകമാകും, പ്രഖ്യാപിക്കാൻ കഴിയൂ. അടുത്തത് പാർലമെന്റാണ്. യുദ്ധം പ്രഖ്യാപിക്കാനോ മുൻകൂട്ടി അംഗീകരിക്കാനോ ഭരണഘടനാപരമായി പാർലമെന്റിന് ബാധ്യതയില്ലെങ്കിലും മേൽനോട്ടത്തിലും ധനസഹായത്തിലും അതിന് പങ്കുണ്ട്. പാർലമെന്റാണ് പ്രതിരോധ ബജറ്റിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനും സർക്കാരിനെ ഉത്തരവാദിത്തപ്പെടുത്താനും പാർലമെന്റിന് അധികാരമുണ്ട്. ദീർഘകാല സൈനിക ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാർ പാർലമെന്റിനെ അറിയിക്കുകയും രാഷ്ട്രീയപരമായ സമവായം തേടുകയും ചെയ്യേണ്ടതാണ്. യുദ്ധപ്രഖ്യാപനം രാഷ്ട്രപതി ക്യാബിനറ്റ് ഉപദേശപ്രകാരം നടത്തുകയാണെങ്കിലും അത് പിന്നീട് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കണം. ഒരു ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനം നടത്തണമെങ്കിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം കേന്ദ്രമന്ത്രിസഭ രാഷ്ട്രപതിക്ക് രേഖാമൂലം ശുപാർശ നൽകും. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശ ലഭിച്ചാൽ യുദ്ധം അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഈ പ്രഖ്യാപനം രാജ്യത്തുടനീളമോ ഒരു ഭാഗത്തോ ആകാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെന്റിന്റെ ഇരുസഭകളിലും വെക്കണം. ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ, അതായത് ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ഹാജരായ വോട്ട് ചെയ്ത അംഗങ്ങളിൽ 2/3 കുറയാതെ ഭൂരിപക്ഷവും പാസ്സാകുന്ന പ്രമേയങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ 1 മാസത്തിനു ശേഷം അത് റദ്ദാകും. പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ 6 മാസത്തേക്ക് നിലനിൽക്കും. സമാനമായ പ്രമേയങ്ങളിലൂടെ പാർലമെന്റിന്റെ തുടർച്ചയായ അംഗീകാരത്തോടെ ഇത് 6 മാസത്തേക്ക് വീണ്ടും നീട്ടാനും കഴിയും.
അവസാനമായി ഒരു തുടർച്ചയായ പ്രഖ്യാപനത്തിലൂടെ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കാനും സാധിക്കും. കൂടാതെ അടിയന്തരാവസ്ഥ തുടരുന്നത് അംഗീകാര്യമല്ലെന്ന് ലോക്സഭാ പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതി അത് പിൻവലിക്കണമെന്ന് 44-ാം ഭേദഗതി നിർബന്ധമാക്കുന്നു. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യുദ്ധം പ്രഖ്യാപിക്കാൻ രാജ്യത്ത് ഔദ്യോഗിക നിയമം ഇല്ല എന്നതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ യുദ്ധപ്രഖ്യാപനത്തിന് മാത്രമായി ഒരു പ്രത്യേക അനുച്ഛേദമോ നടപടിക്രമമോ ഇല്ല. യുദ്ധം അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം എന്നിവയുടെ സാഹചര്യങ്ങളിൽ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാന സൈനിക മുന്നേറ്റങ്ങളായ 1947-48, 1965, 1971, 1999 എന്നീ വർഷങ്ങളിലെ യുദ്ധസമയത്ത് ഇന്ത്യ ഒരിക്കലും പരമ്പരാഗത അർത്ഥത്തിൽ ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്നാൽ ഈ സൈനിക നീക്കങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ സമഗ്രതയുടെയും നിർണായക ഘട്ടങ്ങളായിരുന്നു. 1947 ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം ജമ്മു കാശ്മീർ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കേണ്ടതുണ്ടായിരുന്നു. കാശ്മീരിലെ മഹാരാജ ഹരിസിംഗ് ആദ്യം സ്വാതന്ത്ര്യം നിലനിർത്താൻ ശ്രമിച്ചു. എന്നാൽ 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ പിന്തുണയോടെ ഗോത്രവർഗ്ഗക്കാരും പാക് സൈന്യവും കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറി. കാശ്മീരിലെ മഹാരാജാവ് ഇന്ത്യയുമായി ലയിപ്പിച്ച ശേഷം ഇന്ത്യ പ്രതികരിച്ചു. പക്ഷേ ഇരുവശത്തു നിന്നും ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനം ഉണ്ടായില്ല. ഈ യുദ്ധം ലൈൻ ഓഫ് കൺട്രോളിന്റെ രൂപീകരണത്തിനും കാശ്മീർ തർക്കത്തിന്റെ തുടക്കത്തിനും കാരണമായി. ശേഷം 1962 ഇന്ത്യ ചൈന യുദ്ധമാണ്. തർക്കത്തിലുള്ള അതിർത്തിയിൽ ചൈനീസ് സൈന്യം വൻതോതിൽ ആക്രമണം നടത്തിയതോടെയാണ് ഈ ഒരു യുദ്ധം ആരംഭിച്ചത്. ഇന്ത്യ അപ്രതീക്ഷിത ആക്രമണത്തിന് ഇരയായി. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനം ഉണ്ടായില്ല. ഏകദേശം ഒരു മാസത്തിനു ശേഷം ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുകയായിരുന്നു. അടുത്തത് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. അതിർത്തിയിലെ സംഘർഷങ്ങളും കാശ്മീരിലെ പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാമും ഈ യുദ്ധത്തിന് കാരണമായി. ഇന്ത്യ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് തിരിച്ചടിച്ചു. വീണ്ടും വൻതോതിലുള്ള ശത്രുതയ്ക്ക് മുമ്പായി ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനം ഉണ്ടായില്ല. UN ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും താഷ്കന്റ് കരാർ ഒപ്പുവെക്കുകയും ചെയ്തതോടെ സംഘർഷം അവസാനിച്ചു. അടുത്തത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം. കിഴക്കൻ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് രാഷ്ട്രീയ പ്രതിസന്ധിയും മാനുഷിക പ്രതിസന്ധിയുമാണ് ഈ യുദ്ധത്തിന് കാരണം. ധാരാളമായ അഭയാർത്ഥികൾ എത്തിയതിനെ തുടർന്ന് ഇന്ത്യ ബംഗാളി വിമോചന പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി, ഇടപെട്ടു. സംഘർഷം വ്യാപകമായിരുന്നുവെങ്കിലും ഇന്ത്യയുടെ സൈനിക ഇടപെടലിന് മുമ്പ് ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനം അന്നും ഉണ്ടായില്ല. പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമതാവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ഇത് ഇന്ത്യയുടെ പൂർണ്ണമായ യുദ്ധത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായി. 1999 കാർഗിൽ യുദ്ധമാണ് അടുത്തത്. കാർഗിൽ മേഖലയിലെ ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാൻ സൈനികരും ഭീകരരും നുഴഞ്ഞു കയറിയതോടെയാണ് ഈ സംഘർഷം ആരംഭിച്ചത്. ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെ പ്രതികരിച്ചു. ഇതൊരു പരിമിതമായ സംഘർഷമായിരുന്നു. ഇരുവശത്തു നിന്നും ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനം ഉണ്ടായില്ല. അതായത് ഈ വിശദീകരണത്തിൽ നിന്ന് ഇന്ത്യയിൽ ഒരു യുദ്ധം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളോ നടപടിക്രമങ്ങളോ ഇല്ല എന്ന് വ്യക്തമാകുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമാണ് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ പ്രയോഗിക്കുന്ന പ്രധാന മാർഗം. രാഷ്ട്രപതിയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നതിനുള്ള പരമാധികാരിയെങ്കിലും അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശക പ്രകാരമായിരിക്കും നടപ്പാക്കുക. പാർലമെന്റിന് ഇതിൽ മേൽനോട്ടവും അംഗീകാരവും നൽകുന്നതിൽ പ്രധാന പങ്കുണ്ട്. മുൻകാല യുദ്ധങ്ങളിൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അതിർത്തിയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കാം.